ഹേ ഗൈസ്, ഞാൻ ഈ ഇടയ്ക്ക് നടത്തിയിട്ടുള്ള ഒരു കേസ് സ്റ്റഡി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. അതുമാത്രമല്ല, ഇതെൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും കൂടി മനസ്സിലായ കാര്യങ്ങൾ ഞാനിവിടെ പറയുകയാണ്. സോ യൂട്യൂബ് ചാനൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനലിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും ആളുകളുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, എനിക്ക് കുറേ വ്യൂസ് ഉണ്ടെങ്കിൽ എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസ് എന്ന് പറയുന്നത് വ്യൂസ് എന്ന് പറയുന്നത് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റിയ ഒരു വഴിയാണ്. ഒരു വഴി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് പ്രൊമോഷൻസ്, അതുപോലെ തന്നെ സർവീസസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുക, ആ ബിസിനസ്സിലെ സെയിൽസ് കൂട്ടുക, ഇങ്ങനെയുള്ള കുറേ വഴിയിലാണ്. യൂഷ്വലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, എൻ്റെ ചാനലിലെ വ്യൂസ് ഒരു 30,000 40,000 ആവറേജ് ആണ്. പക്ഷേ എനിക്ക് കിട്ടുന്ന ഡീലുകൾ, അതായത് എനിക്ക് കിട്ടുന്ന പ്രൊമോഷൻ ഡീലുകളുടെ ചാർജ്, നമ്മളൊരു ഓപ്പണായിട്ട് പറയുകയാണ്, ചാർജ് ഒരു 2 lakhs 3 lakhs 4 lakhs വരെ, മാക്സിമം 5 lakhs 6 lakhs വരെ നിൽക്കാറുണ്ട്. ആ വ്യൂ വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു ഡീല് ക്ലോസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് വ്യൂ അല്ല അവർ നോക്കുന്നത്, സബ്സ്ക്രൈബർ കൗണ്ട് ഒട്ടുമല്ല. സബ്സ്ക്രൈബർ കൗണ്ട് ഉണ്ടെങ്കിലേ അതിന് അത്രയും വലിയ റവന്യൂ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. 25,000 സബ്സ്ക്രൈബേഴ്സിലും 30,000 സബ്സ്ക്രൈബേഴ്സിലും റവന്യൂ എന്നെക്കാളും ജനറേറ്റ് ചെയ്യുന്ന യൂട്യൂബ് ചാനൽസ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ തന്നെ സ്റ്റുഡൻസിൻ്റെ ചാനൽസ് ഉണ്ട്. ഒന്നാമത്തെ ഞാൻ പറഞ്ഞു, റവന്യൂ എന്ന് പറയുന്നത് ഒരിക്കലും വ്യൂസ് ബേസ് ചെയ്തിട്ടുള്ളതല്ല. നമ്മുടെ ചാനലിനുള്ള ഒതൻറ്റിസിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ 1000 പേര് കാണുന്നുണ്ടെങ്കിൽ ആ 1000 പേര് ലോയൽ ആയിട്ടുള്ള ഒരു ഫോളോവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെയാണ് വാല്യൂ. നിങ്ങൾ എത്ര സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ബ്രാൻഡ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണ്, ആ ബ്രാൻഡിൻ്റെ ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ വീഡിയോയ്ക്ക് ചിലപ്പോൾ ഒരു 3,000-4,000 വ്യൂസേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. പക്ഷേ സെയിൽസ് നിങ്ങൾക്ക് 2,000 ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങളുടെ ചാനലിൻ്റെ ക്വാളിറ്റി വരുന്നത്. രണ്ടാമത്തത്, ഞാൻ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി ചാനൽ ഓട്ടോമാറ്റിക്കലി വർക്ക് ആവും, സബ്സ്ക്രൈബർ വരും എന്നുള്ളത് ഒരിക്കലുമല്ല. ചുമ്മാ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് മാത്രം കൊണ്ട് നമ്മുടെ ചാനലിനെ നമുക്ക് വളർത്താൻ പറ്റില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ 5 വീഡിയോ പോസ്റ്റ് ചെയ്യാം. 5 വീഡിയോയ്ക്കകത്ത് ഏത് വീഡിയോയ്ക്കാണ് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയത്, ആ 5 വീഡിയോ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ ഒരു വീഡിയോ ഇല്ലേ, അതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ബെറ്ററായിട്ട് ചെയ്തു, ബാക്കിയുള്ള വീഡിയോസിൽ നിങ്ങൾ എന്ത് മോശമായിട്ട് ചെയ്തു എന്ന് നോക്കിയിട്ട് ആ പ്രോബ്ലം ഫിക്സ് ചെയ്യാം. ആ പ്രോബ്ലം ഫിക്സ് ചെയ്തിട്ട് ആ വ്യൂ കിട്ടിയ വീഡിയോ നിങ്ങളുടെ ചാനലിൽ വർക്കിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്, അതുപോലത്തെ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. മൂന്നാമത്തത്, എനിക്ക് കിടിലൻ ക്യാമറയും ഭയങ്കര ഫാൻസി ആയിട്ടുള്ള എഡിറ്റൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിലെ വീഡിയോസ് അടിപൊളിയാവും എന്നുള്ളത്. അത് ആക്ച്വലി കറക്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ വർക്കിംഗ് ആയിട്ടുള്ള നല്ല കോണ്ടൻറ്റ് നമുക്ക് ഐഫോണിൽ ഷൂട്ട് ചെയ്യാം. ഫാൻസി എഡിറ്റൊന്നും വേണ്ട, കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി. അതായത് ഒരു വീഡിയോ എന്ന് പറയുന്ന സാധനത്തിനെ കട്ട് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വ്യൂ ഗെയിൻ ചെയ്യാം, ഈസി ആയിട്ട് നിങ്ങളുടെ ചാനൽ വളർത്താം. എൻ്റെ വീഡിയോസ് ഞാൻ പൊതുവേ ഒരുപാട് എഡിറ്റ് ചെയ്യാറില്ല. ഞാൻ വളരെ നോർമലായിട്ടുള്ള വളരെ ബേസിക് എഡിറ്റുകൾ മാത്രമേ ചെയ്യാറുള്ളൂ. കാരണം കോണ്ടൻറ്റിനെ നമുക്ക് വേറൊരു രീതിയിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. നാലാമത്തെന്ന് പറഞ്ഞാൽ, വലിയ വലിയ യൂട്യൂബേഴ്സിനെ കോപ്പി ചെയ്താൽ മാത്രമായിരിക്കും എനിക്ക് ചാനൽ വളരാൻ പറ്റുക. വലിയ യൂട്യൂബേഴ്സിനെ കോപ്പി അല്ല നിങ്ങൾ ചെയ്യാനുള്ളത്. വലിയ യൂട്യൂബേഴ്സ് ചെയ്യുന്ന പാറ്റേൺ, അവരുടെ വീഡിയോസിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ വീഡിയോസ് എങ്ങനെയാണ് അത് ഫേസ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് അത് പേസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് എഡിറ്റ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് അതിനകത്ത് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്, ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയുണ്ട്, ഹുക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങളുടെ വീഡിയോയിലേക്ക് നിങ്ങളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഫൈനൽ ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, അവൻ ലക്കിയാണ്, അവന് ലക്കുള്ളത് കൊണ്ടാണ് അവൻ്റെ ചാനൽ കയറുന്നത്. ഒരിക്കലും ലക്കുണ്ട് നമ്മുടെ ചാനൽ കയറ്റാൻ പറ്റില്ല. നമ്മൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത്, പ്രോപ്പറായിട്ട് എഫേർട്ട് എടുത്ത്, പ്രോപ്പറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ലക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഈ പറയുന്ന അവൻ്റെ ലക്ക് എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ ലൈഫിലോട്ടും കൊണ്ടുവരാൻ പറ്റും. ഈസിയാണ്. നിങ്ങൾ ആക്ച്വലി കറക്റ്റായിട്ട് യൂട്യൂബിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഞാൻ പറയും, ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടാന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. ഞാൻ ലോങ് ഫോം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ യൂട്യൂബാണ് എൻ്റെ അത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്ത് ഇറക്കുന്ന സമയത്തുള്ള സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും ഒരു ഷോർട്ട് ഫോം കോണ്ടൻറ്റിൽ കിട്ടില്ല. ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു യൂട്യൂബ് വേർഷൻ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ വേർഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും. സക്സസ്ഫുൾ ആയിട്ടുള്ള ഏത് യൂട്യൂബർ എടുത്തു കഴിഞ്ഞാലും അവർ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. നിങ്ങളിൽ നിന്ന് അവരെന്ത് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് അവരുടെ മിസ്റ്റേക്കുകൾ ഫിക്സ് ചെയ്തു, ഓരോ വീഡിയോ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു, അതുപോലെ തന്നെ ഒരു നല്ലൊരു സ്മാർട്ട് പ്ലാനും ഉണ്ടാക്കി. എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ബ്രോ
അവർക്ക് യൂട്യൂബ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തിനാ ആളുകൾ എനിക്ക് പൈസ തന്നിട്ട് എൻ്റെ മെൻറ്റർഷിപ്പിൽ ജോയിൻ ചെയ്യണമെന്നുള്ളത്. എൻ്റെ മെൻറ്റർഷിപ്പിൽ എന്തിനാ ജോയിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇതിനൊന്നുമുള്ള ടൈമില്ല. ഈ സ്മാർട്ട് പ്ലാൻ ഉണ്ടാക്കാനും പ്രോബ്ലംസ് കണ്ടുപിടിക്കാനും അതിൻ്റെ പുറകിൽ ഇരിക്കാനും ഒന്നുമുള്ള ടൈമില്ല, എഡിറ്റ് ചെയ്യാനും ടൈമില്ല എന്നുണ്ടെങ്കിൽ ഞാനായിരിക്കും അല്ലെങ്കിൽ എൻ്റെ ടീമായിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങളുടെ ചാനൽ 3 മാസം കൊണ്ട് 50K സബ്സ്ക്രൈബർ പ്ലസിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോസിൻ്റെ എഡിറ്റിംഗ്, സ്ക്രിപ്റ്റിംഗ്, പ്ലാനിങ്, അതുപോലെ തന്നെ കോണ്ടൻറ്റ്, അതിൻ്റെ തംബ്നെയിൽ, അതിൻ്റെ ടൈറ്റിൽ, SEO ഇതെല്ലാം ഞാനായിരിക്കും മാനേജ് ചെയ്യുന്നത്. നിങ്ങൾ വളരെ ബിസി ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു സൈഡ് ഹസിൽ പോലെ ഒരു സക്സസ്ഫുൾ ചാനൽ ഓടിക്കാൻ പറ്റും. ഈ 3 മാസം കഴിയുമ്പോൾ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു ചാനൽ ഞാൻ റെഡിയാക്കി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് തരും. കഴിഞ്ഞ സെഷനിൽ ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ സ്റ്റുഡൻസിൻ്റെ റവന്യൂ ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു കേസ് സ്റ്റഡി എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒന്ന് പറയണമെന്ന് തോന്നി. ഇതിനകത്ത് നിന്ന് നിങ്ങൾ എൻ്റെ മെൻറ്റർഷിപ്പിൽ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ടൈമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ പ്ലീസ് ഗോ ഹെഡ്, സ്വന്തമായിട്ട് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക, വളരുക. ബൈ.